നാലാമത്തെ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. ഏതിപ്പോൾ കൊച്ചിൻ്റെ ദേഹത്തല്ലേ നമ്മുടെ ഹീറോ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ ഉള്ളവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൊച്ചിൻ്റെ അമ്മ അങ്ങോട്ട് ഓടി വരും. അയ്യോ എന്നും പറഞ്ഞിട്ട്, ഞാൻ ബാത്റൂമിൽ പോയിരുന്നായിരുന്നു, അതുകൊണ്ടാണ് കണ്ടില്ല, സോറി എന്നും പറഞ്ഞിട്ട് അവരാ കൊച്ചിനെ അടുത്ത് അങ്ങോട്ട് പോകും. അവരങ്ങനെ കാറിൻ്റെ അടുത്തോട്ട് വരും. നമ്മുടെ ഹീറോയ്ക്ക് ഒരു വിഷമമുണ്ട്. അയ്യോ, ഞാൻ കരഞ്ഞോണ്ടാണല്ലേ അവർ വിഷമിച്ചത്, ഇനി ഞാൻ ഇങ്ങനെ കരയാൻ പാടില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ കിടന്നങ്ങ് വെള്ളം വെക്കുക. നിനക്ക് ഒരു നിമിഷം ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലേ? ഞാൻ ഒന്ന് കോഫി കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ, അത് നീ നശിപ്പിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് കിടന്ന് വെള്ളം വെക്കുവാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അയ്യോ, ഒരു വലിയ ദുഷ്ടയുടെ കയ്യിലാണല്ലേ വന്ന് പെട്ടെ എന്നാലോചിച്ച് പേടിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ കാറും കൊണ്ട് വീട്ടിലോട്ട് പോകും. വീട്ടിലോട്ട് വന്ന ഉടനെ ഹീറോ ഏതാണ്ട് ബോളൊക്കെ എടുത്തെറിയുന്നാണെങ്കിൽ അങ്ങോട്ട് എറിഞ്ഞിട്ട് അവർ പോകും. അവനും വീണിട്ട് അയ്യോ എനിക്ക് വേദന എടുക്കുന്നെന്നും പറഞ്ഞ് അവിടെ കിടക്കുമ്പോൾ ആ സമയം നോക്കി ആ കൊച്ചിൻ്റെ അച്ഛൻ ആ സ്ഥലത്തേക്ക് വരും. അയ്യോ, അച്ഛനെ കണ്ട ഏതോ പാവത്തിനെ കണക്കുണ്ട്, ഇതെങ്കിലും നല്ല ആളാന്ന് തോന്നുന്നു എന്നവ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പം അച്ഛൻ വന്നിട്ട് ചോദിക്കും, എന്തുവാടി കൊച്ചിനെ ഇങ്ങനെയാണോ എടുത്തെറിയുന്നേ? ഇപ്പം ആഹാരം ആരാ കൊടുക്കുന്ന കൊച്ചിന്? ആഹാ കൊള്ളാം, എല്ലാം ഞാൻ തന്നെ ചെയ്യണോ? നീ തന്നെ അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ അയാൾ ഈ ബോക്സിലുള്ളത് കൊടുക്കാവോ? അതൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഇത് എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞ് 2 മാസമായല്ലേ, ഇത് കൊടുക്കാവോ? അതൊന്നും കുഴപ്പമില്ല, കൊടുത്തോ, ആ കൊച്ചൊന്നും ചത്തുപോകാനൊന്നും പോകുന്നില്ല, കൊടുത്തോ എന്ന് പറയുമ്പോൾ അവനും അതെടുത്തങ്ങ് കൊടുക്കും. തിന്നോ എന്നും പറഞ്ഞാൽ ഇയാൾ കുത്തി കയറ്റാൻ നോക്കുമ്പം അത് കണ്ട് നമ്മുടെ ഹീറോ പേടിച്ചിട്ട് അയ്യോ ഞാൻ തിന്നത്തില്ല എന്ന് പറയും. കുറെ കഴിയുമ്പോൾ അവനും സഹിക്കത്തില്ല. അയാളാണെങ്കിൽ കിടന്ന് ബേളം വെക്കാൻ തുടങ്ങും. നീ കഴിക്കത്തില്ലേ, എന്താടോ കഴിക്കാത്തെന്നും പറഞ്ഞ് കിടന്ന് ബേളം വെക്കും. പാവ കൊച്ചിനെ എടുത്തിട്ട് അടിക്കുകയോ. ഇത് കണ്ടിട്ട് ഹീറോ അയ്യോ ഒരു സൈക്കോ ഫാമിലിയിലാണല്ലോ വന്ന് പെട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവനൊരു ഡൗട്ടും ഉണ്ട്, എന്താ ഇതുവരെ ഈ കൊച്ചിന്റെ മെമ്മറീസ് ഒന്നും വരാഞ്ഞ്? ഈ സമയം നോക്കി ആരോ ഒരാൾ ഡോറ് തെറ്റുന്ന സൗണ്ട് കേൾക്കും. ആ പെണ്ണുമ്പിള്ളാണെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അതൊക്കെ എടുത്ത് അങ്ങ് എറിഞ്ഞിട്ട് ആ റൂം സ്പ്രേ ഉണ്ടായിരിക്കും, അതൊക്കെ വെച്ച് അവിടെ നല്ലപോലെ ഫ്രഷ് ആക്കിയിട്ട് റൂമും ക്ലീൻ ആക്കിയിട്ട് ഡോറ് പോയി ഓപ്പൺ ചെയ്യും. നോക്കി അവിടെ പോലീസുകാരനും പിന്നെ ഒരു പെണ്ണുമ്പിള്ള ഉണ്ട്. സോ എന്തിനാ അവർ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കൊച്ചിനെ ഇവർ ടോർച്ചർ ചെയ്യുന്നതായിട്ട് ആരോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതെന്തുവാ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി തിരക്കാനാണ് അവർ വന്നേക്കുന്നത്. ആ ഹസ്ബൻഡും വൈഫും പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ കൊച്ചിനെ അങ്ങനെ ടോർച്ചറൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആരോ റോങ് ഇൻഫർമേഷൻ തന്നതാ, ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിൻ്റെ കൂടെ സന്തോഷമായിട്ടായിരിക്കുന്നത് എന്ന് പറയുമ്പം അവരോടെ ഉള്ള ഫോട്ടോസൊക്കെ നോക്കും. കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അവർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഹസ്ബൻഡ് ആണെങ്കിൽ ഈ കൊച്ചുങ്ങളൊക്കെ നോക്കുന്ന ഡേ കെയർ അതേ കണക്കത്തെ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അത് കാണുമ്പം അവരും കൺവിൻസ് ആവും, അയ്യോ പാവങ്ങൾ, നമുക്കാരോ റോങ് ഇൻഫർമേഷൻ ചെയ്താൽ ഇവരെന്തായാലും ഈ കൊച്ചിന് ടോർച്ചർ ഒന്നും ചെയ്യത്തില്ല, എല്ലാം സോൾവ് ആയെന്നും പറഞ്ഞാൽ അവരെവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ കിടന്ന് കരയാൻ തുടങ്ങും. അയ്യോ അല്ല ഇത് 2 ഉടായിപ്പുകളാണ്, എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചോണ്ട് പോടേ എന്നും പറഞ്ഞ് അവൻ കിടന്ന് കരയാണ്. പക്ഷെ ഇവർക്ക് ഇതൊന്നും കേൾക്കത്തില്ലല്ലോ, കൊച്ചു കൊച്ചല്ലേ, അവർക്ക് എന്നുള്ളൊരു സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. ഹീറോ അങ്ങനെ തന്നെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയം നോക്കി ആ പോലീസ് ഓഫീസർ ആ ലേഡി അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ് എന്താ അവർ വീണ്ടും ആ കൊച്ചിനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. 1 മിനിറ്റ് നിനക്കൊന്ന് മിണ്ടായിരുന്നൂടെ, ഞങ്ങളിപ്പോൾ നീ പിടിച്ചു കൊടുക്കുമായിരുന്നല്ലേ, നീ എപ്പോൾ ജനിച്ചോ അപ്പം തൊട്ട് ഞങ്ങൾക്ക് കഷ്ടപ്പാട് തുടങ്ങിയതാ, നീ എന്തായാലും ഏതോ ചെകുത്താൻ്റെ ജന്മമാണെന്നോ തോന്നേ, നീ എന്തായാലും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, ചത്തുപോടാ എന്നും പറഞ്ഞിട്ട് അവിടെ ഉള്ളൊരു തലയാണി എടുത്ത് ആ കൊച്ചിൻ്റെ തലയെ വെച്ച് തന്നെ ഞെരിച്ചങ്ങ് കൊന്നുകളയുവാണ്. താൻ പ്രസവിച്ച് കൊച്ചാന്ന് പോലും നോക്കാതെ. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാത്ത ഷോക്കിൽ നമ്മുടെ ഡെത്തിന്റെ റൂമിൽ നിന്ന് എണീക്കുകയാണ്. എന്തുവാടോ ഇതൊക്കെ, ഞാൻ കണ്ടതെല്ലാം സത്യമാണോ? ശരിക്കും ഒരു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യൂ? എന്നാലും നമ്മുടെ ഹീറോയുടെ മൈൻഡിൽ മൊത്തം ഇപ്പോൾ ഇല്ല പൈസയുടെ ഒരു വിചാരമാണ്. ഞാൻ എങ്ങനെയെങ്കിലും ആ ലോക്കറിൽ നിന്ന് അവർ പൈസ എടുക്കുന്നതിന് മുന്നേ അതെടുത്തോണ്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് അവന്. അങ്ങനെ ഡെത്തിന്റെ മുന്നിൽ വന്നിട്ട് എന്നെ വെടിവെക്ക് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാടാ ഇത്രയും ധൃതി കാണിക്കുന്നത്? അതൊന്നും നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമായി. എൻ്റെ 8ാമത്തെ ലൈഫിലേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, എന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും എന്ന് പറയുമ്പം ശരി ഓക്കെ വെടിവെക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇനിയും ഒരു റൂളും കൂടെ വെക്കാൻ പോവാണ്. നീ ആരെങ്കിലും ബോഡി ചെന്നിട്ട് നിനക്ക് ആരെടുത്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ട് അവരെ കൊല്ലണമെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് നരകം തന്നെയാണ്. അല്ല ആ കൊച്ചിന്റെ മെമ്മറീസ് എന്താ എനിക്ക് വരാഞ്ഞേ? അതെന്താന്ന് വെച്ചാൽ ആ കൊച്ചിപ്പം ജനിച്ചിട്ട് 3-4 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് ആ കൊച്ചിന് അത്രയ്ക്ക് മെമ്മറീസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ആ കൊച്ചിൻ്റെതായിട്ടുള്ള മെമ്മറീസ് ഒന്നും നിനക്ക് വരാഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ഹീറോ ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ അവന്റെ 8ാമത്തെ ലൈഫിലേക്ക് വന്നേക്കുവാണ്. വന്ന ഉടനെ അവന്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് നോക്കുകയാണ്. അത് കണ്ടിട്ട് അവൻ അയ്യോ ഇനിയും 15 മിനിറ്റ് അല്ലേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് പോയി എടുത്തില്ലെങ്കിൽ അവരത് കൊറിയറിൽ അയക്കും എന്നും പറഞ്ഞ് ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാഗ്യത്തിന് അവൻ ആ കൊറിയർ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷെ എൻ്റെ അമ്മ, ഞാൻ എങ്ങനെയാ അതിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം, എന്നിട്ട് ആ ബോക്സിൽ നിന്ന് ആ പൈസ എടുക്കണം എന്നും പറഞ്ഞിട്ട് ഓടുവാണ്. പോകുന്ന വഴിയിൽ
കുറേ പേരെ ഇടിച്ചൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് അവൻ ആ കൊറിയർ ഓഫീസിൽ ചെന്ന് അവൻ്റെ ലോക്കറിൽ നിന്ന് പാസ്വേഡൊക്കെ അടിച്ച് ആ പാഴ്സൽ എടുക്കുവാണ്. അയ്യോ ഞാനിത് അയക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പം അവരും ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. സോ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഈ പൈസ എനിക്ക് തന്നെ കിട്ടും. അത് കഴിഞ്ഞ് അടുത്തൊരു കണ്ണാടി ഉണ്ടായിരിക്കും. അവനകത്ത് അവൻ്റെ മുഖം നോക്കുവാണ്. ആഹാ ഈ ചെക്കൻ കൊള്ളാമല്ലോ, ലുക്കാണല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു മോഡലിന്റെ ഫോട്ടോ. സോ അതാരെന്ന് വെച്ചാൽ ഇവൻ തന്നെയാണ്. അത് കണ്ട് നമ്മുടെ ഹീറോ ഷോക്കാവും. ഓഹോ അപ്പൊ ഇവ ഒരു മോഡലാണല്ലേ. അങ്ങനെ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവന്റെ മെമ്മറീസ് ഈ 8ാമത്തെ ലൈഫില് അവന്റെ മെമ്മറീസ് നമ്മുടെ ഹീറോയുടെ നേരെ വരും. ഓക്കെ, ഇവനെ പറ്റി നോക്കുകയാണെങ്കിൽ വലിയതായിട്ടൊന്നുമില്ല. എന്നാലും ഇവൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഭയങ്കര ഹാൻഡ്സം ആയതുകൊണ്ട് കുറെ പെണ്ണുങ്ങളൊക്കെ ഇവന്റെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇവൻ അതില് ലവിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇവന്റെ ആഗ്രഹം മൊത്തം എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു മോഡൽ ആവണമെന്നാണ്. അങ്ങനെ തന്നെ ഇവൻ മോഡൽ ആവുകയും ചെയ്ത് അതിൽ നിന്ന് കുറെ പൈസ ഇവ ഏൺ ചെയ്തിട്ടുണ്ട്. സോ ഈ മെമ്മറീസ് എല്ലാം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായ ഉടനെ തന്നെ അവന്റെ കയ്യിലുള്ള പൈസ നോക്കിയിട്ട് ഓക്കെ ഇവന്റെ കയ്യിൽ കുറെ പൈസയും ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡ്സവും ആണ്. അതുകൊണ്ട് എന്റെ 8ാമത്തെ ലൈഫിലെങ്കിലും ഞാൻ നല്ലപോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ റൂമിലേക്ക് പോവാണ്. അവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം ഭയങ്കര നീറ്റ് ആയിട്ടുണ്ട്, മാത്രമല്ല ഭയങ്കര ലക്ഷറീസ് ആയിട്ടുണ്ട്. ഓൾറെഡി ഇവൻ തന്നെ ഒരു വലിയ പണക്കാരനാണ്. അങ്ങനെ അവ അവിടെ എല്ലാം ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ന്യൂസ് പേപ്പർ കാണും. അതെടുത്ത് നോക്കുമ്പം അവന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഹീറോ 7ാമത്തെ ലൈഫിൽ ഒരു കൊച്ചിന്റെ ദേഹത്തല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ കൊച്ചിനെ അവരുടെ പേരൻസ് അടിച്ചു കൊന്ന് കളഞ്ഞില്ലേ, അന്നേരം അവരെ ഇപ്പൊ പോലീസ് പിടിച്ചേക്കുവാണ്. ആ ന്യൂസാണ് ഹീറോ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരെന്നാ പോലീസ് പിടിച്ചാൽ മാത്രം പോരാ, അതിലും വലിയ ശിക്ഷ ഇവർക്ക് കൊടുക്കണം. ഒരു പാവം കൊച്ചിനെയല്ലേ അവർ കൊന്നു കളഞ്ഞ്. ശരി അതൊക്കെ വിട്, ഇവ ഇപ്പൊ എങ്ങനെയാ ചാവാൻ പോകുന്നത്? ഇവന്റെ കയ്യിലെല്ലാം ഉണ്ട്, ഭയങ്കര സൂപ്പർ ലൈഫാണ്, ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഇവ എങ്ങനെ ചാവുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ എന്നൊക്കെ നമ്മുടെ ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നോക്കി അവന്റെ ഫോണിലൊരു കോള് വരുവാണ്. ആ പേര് കണ്ട് ഹീറോയും ഓ ഇവനോ, ഇവന്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു എന്നാലോചിച്ചിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് എടാ എവിടാടാ ഉള്ളത്, നീ പാർട്ടിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലേ എന്ന് പറയുമ്പോൾ ഓ പാർട്ടിക്കോ നില്ലടാ അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും പോവുകയാണ്. ഇത്ര നാളായിട്ട് നമ്മുടെ ഹീറോ ഭയങ്കര കഷ്ടതയിലല്ലായിരുന്നു, ഒത്തിരി പേരെ അഴിയൊക്കെ മേടിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ഇപ്പം അവൻ ക്ലബ്ബിൽ വന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് വെള്ളം അടിച്ച് പൂസായിട്ടിരിക്കുകയാണ്. അവനൊരു ബോധമില്ലാതിരിക്കുകയാണ്. ആ സമയം നോക്കി ആ ക്ലബിലുള്ള ഒരു വലിയ ആൾ വരുവാണ്. എത്രത്തോളം വലിയ ആളാന്ന് വെച്ചാൽ അയാൾ വരുമ്പോൾ തന്നെ ലൈറ്റൊക്കെ അണച്ചിട്ട് ഒരു സ്പോട്ട് ലൈറ്റൊക്കെ അയാൾക്ക് വേണ്ടി തന്നെ ഏർപ്പാടാക്കി അവരെല്ലാവരുടെ മുന്നിലേക്ക് വരുവാണ്. അങ്ങനെ തന്നെ ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ മാസമായിട്ട് ഒരു എൻട്രി കൊടുക്കുകയാണ് അയാൾ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ചാവുന്നതിന് മുന്നേ 2 തവണ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോയില്ലേ. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം അവ ഇന്റർവ്യൂവിന് പോയപ്പം അവിടുത്തെ ചെയർമാൻ്റെ മോൻ വന്നിട്ട് അവനെ റിജക്റ്റ് ചെയ്തില്ലേ, അവനാണിത്. അതുമാത്രമല്ല ഇവന്റെ ചേട്ടന്റെ ബോഡിയിലാണ് നമ്മുടെ ഹീറോ ഫസ്റ്റ് ആയിട്ട് ചെന്നത്. ഇവന്റെ ചേട്ടൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ അവന്റെ ചേട്ടൻ ഇരുന്ന CEO പദവിയിൽ ഇപ്പൊ അവനാണ് ഇരിക്കുന്നത്. ഇവന്റെ പേരെന്താന്ന് വെച്ചാൽ നമുക്ക് ജാക്ക് എന്ന് വിളിക്കാം. അങ്ങനെ തന്നെ അവൻ ക്ലബ്ബിൽ വന്ന ഉടനെ എല്ലാവരുടെ അടുത്തും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരുത്തൻ്റെ ബോഡിക്കുള്ളിലല്ലേ ഉള്ളത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടും ഹീറോയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവ ഒരു വലിയ മോഡലാണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ജാക്കും ഓ അങ്ങനെയാണോ എന്നും പറഞ്ഞ് അവന് ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയും ബോധം ഇല്ലാതെ അങ്ങ് വീഴുവാണ്. അപ്പോൾ അവൻ ഓ ഒത്തിരി കുടിച്ചിട്ടൊന്നും തോന്നല്ലേ, സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് പോകും. സോ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ അവന്റെ റൂമിൽ ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ആ സമയം നോക്കി ആരോരുള്ള അവിടേക്ക് വരും. അത് വേറെ ആരുമല്ല, ഇപ്പൊ നമ്മുടെ ഹീറോ ഒരുത്തന്റെ ബോഡിയിലല്ലേ ഉള്ളത്, അവന്റെ ബ്രദറാണിത്. ഇവനൊരു കഫേ ഷോപ്പ് നടത്തുവാണ്. അപ്പം കുറെ നേരമായിട്ട് ഹീറോയ്ക്ക് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു, അവ എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ നേരിട്ട് വന്ന് കണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ ഹീറോയെ എണീപ്പിച്ചിട്ട് എന്തുവാടാ നിന്റെ അടുത്ത് ഞാൻ എന്തോ പറഞ്ഞേ, ഞാനൊരു ആവശ്യത്തിന് വെളിനാട്ടിലോട്ട് പോവുക, നീയാണ് എൻ്റെ കഫേ ഷോപ്പ് നടത്തേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ഇപ്പോഴേ കുറച്ച് നാൾ അവിടെ വന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാനല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞേ. എന്നിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ, വാടാന്നും പറഞ്ഞ് പിടിച്ച് എടുത്തോണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയും ആ ബ്രദറിന്റെ കഫേ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നോക്കി അവിടെ ഒരു കസ്റ്റമർ വരും. ആ ആളെ കണ്ടാവാൻ ഭയങ്കരമായിട്ട് ഷോക്കാവും. അതിനുവേണ്ടി ആരാടാ വന്നതെന്ന് പറഞ്ഞ് നോക്കിയാൽ നമ്മുടെ ഹീറോ ചാവുന്നതിന് മുന്നേ 7 years ആയിട്ട് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഒരു പെണ്ണിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് വന്നില്ലേ, അവളാണത്. നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് പോയി സംസാരിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ വേറൊരാളുടെ ബോഡിയിലല്ലേ ഉള്ളത്, അതുകൊണ്ട് അവളുടെ അടുത്ത് എങ്ങനെ പോയി സംസാരിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല കുറേ നാൾ കഴിഞ്ഞുള്ള ഇങ്ങനെ കണ്ടപ്പം ഇവർ ഫസ്റ്റ് എങ്ങനെയാണ് മീറ്റ് ചെയ്തത്, അവരെത്രത്തോളം ക്ലോസ് ആയിരുന്നു, അങ്ങനെയുള്ള കുറേ മെമ്മറീസൊക്കെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. അങ്ങനെ ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഹീറോയിനും അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഓർഡർ പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുകയാണ് അവളുടെ പ്ലേസിൽ. ഇവളെപ്പോഴും ഇവിടെ വരാറുണ്ടോ എന്ന് അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതെ അവളെപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട്, അവളൊരു റൈറ്ററാണ്, അപ്പോൾ അവളുടെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോ ഇത് കേട്ടിട്ട് ഒരുപാട് ഷോക്കാവും. എന്താണെന്ന് വെച്ചാൽ അവളൊരു റൈറ്ററാന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഹീറോ അവൾക്കുള്ള കോഫി സെർവ് ചെയ്തിട്ട്
അവളിപ്പോൾ ഒരു റൈറ്റർ ആയതുകൊണ്ട് തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് അവളെ പറ്റിയുള്ള കാര്യങ്ങൾ. സോ അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഹീറോയിൻ ഒരു റൈറ്റർ ആയതിനു ശേഷം അവളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഇത്രയും വലിയ റൈറ്റർ ആവാൻ കാരണം തന്നെ എൻ്റെ ബോയ് ഫ്രണ്ടാണ്. അവൻ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ ഒരുപാട് വിഷമിക്കുമ്പോൾ പോലും. പക്ഷെ എന്നാലും ഇതുവരെ അവന് ജോലിയൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും നാളായിട്ടും അവൻ അതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു റൈറ്ററാന്നുള്ള കാര്യം പോലും അവന് അറിഞ്ഞുകൂടാ. അത് ഞാൻ അവനോട് പോയി പറയണം എന്നവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആക്ച്വലി ഈ കാര്യം പറയാൻ വേണ്ടിയാണ് അന്ന് രാത്രി ഇവൾ അവൻ്റെ അടുത്തോട്ട് പോയത്. പക്ഷെ അപ്പോഴാണ് ഹീറോയും ജോലി കിട്ടിയില്ല, പൈസ പോയി എന്നൊക്കെ ഭയങ്കര ഫീലായിട്ട് ബ്രേക്കപ്പ് ചെയ്തത്. അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ട് ദൈവമേ, അപ്പോൾ അവൾ ഇത്രയും സന്തോഷമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി വന്നപ്പോഴാണോ ഞാൻ ബ്രേക്കപ്പ് ചെയ്തത്, ഞാൻ എന്ത് പൊട്ടത്തരമാണ് കാണിച്ചേ. അങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ലൈറ്റായിട്ട് കരയും. ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എവിടെ പോകാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈബ്രറിയിലേക്കാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഒരു വലിയ റൈറ്റർ അല്ലേ, അവൾ ഓൾറെഡി ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ ബുക്ക് വായിക്കാൻ വേണ്ടിയാണ് അവൻ വന്നേക്കുന്നത്. സോ അവൻ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിലുള്ള സ്റ്റോറി അവൻ വായിക്കുമ്പം ഇവനും ആ പെണ്ണും ഒരുമിച്ചുള്ള മെമ്മറീസൊക്കെ അവൻ ഓർമ്മ വരും. അന്നൊരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ഹീറോയും കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ നിന്നെ വിട്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നീ എന്നെ പോകാൻ സമ്മതിക്കുമോ? ഇല്ല, ഞാൻ നിന്നെ അങ്ങനെ വിടത്തില്ല, എൻ്റെ ജീവൻ കൊടുത്തായാലും ഞാൻ നിന്നെ എൻ്റെ കൂടെ തന്നെ നിർത്തും എന്നൊക്കെ അവൻ വലിയ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ അത് തെറ്റിച്ചല്ലോ, സൂയിസൈഡ് ചെയ്തല്ലോ. സോ അതൊക്കെ ആലോചിച്ചിട്ട് ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ ഭയങ്കര ഇമോഷണലായിട്ട് കരയാൻ വരെ തുടങ്ങും. അങ്ങനെ അത് വായിച്ചു കഴിഞ്ഞ് ലൈബ്രറിയിൽ നിന്ന് വെളിയിൽ പോകാനായിട്ട് വരുമ്പോൾ അവിടെ ഒരു പേന ഇരിപ്പുണ്ടായിരിക്കും. ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. ആ പേന കാണുമ്പോൾ അവനൊരു മെമ്മറി വരും. അതെന്താണെന്ന് വെച്ചാൽ ഇവൻ ചാവുന്നതിന് മുന്നേ ഹീറോയിൻ്റെ കൂടെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ ആ പേന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുണ്ടല്ലേ അത് കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആ പേന അവൾക്ക് മേടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അവൾ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് അതേപോലത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പേന മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഇതുവരെ അത് അവൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ബോക്സിൽ പാക്കൊക്കെ ചെയ്ത് അവൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അവൻ സൂയിസൈഡ് ചെയ്തല്ലോ. സോ അതുകൊണ്ട് തന്നെ അവസാനം വരെ അവൾക്ക് ആ പേന അവനെ കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ ആലോചിച്ച് അവൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അവൻ ആ കഫേ ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു വരും. അവിടെ വന്ന് ഹീറോയിനെ നോക്കിയിരിക്കുകയാണ് ദൂരെ ഇരുന്നുകൊണ്ട്. അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയം നോക്കി അവളുടെ ബ്രദറും ഫാമിലിയും വന്ന് അവളുടെ അടുത്ത് ഭയങ്കര ഫണ്ണായിട്ടൊക്കെ സംസാരിച്ചിട്ട് പോകും. ഓഹോ, അന്ന് അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയ അവളുടെ ബ്രദറായിരുന്നോ? എന്നെപ്പോലൊരു മണ്ട ഈ ലോകത്ത് വേറെ ആരും കാണത്തില്ല എന്നൊക്കെ അവ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കുവാണെങ്കിൽ ഇവൻ്റെ ബ്രദർ ഇവനെ മാത്രം ആ കഫേ ഷോപ്പിൽ ഒറ്റയ്ക്കാക്കിയിട്ട് വേറെ എവിടെ പോയി. സോ ഇപ്പോൾ ഇവനാണ് ഈ കടയുടെ ഇൻചാർജ്. ആ സമയം നോക്കി നമ്മുടെ ഹീറോയിനും എപ്പോഴത്തെ പോലെ കടയിലേക്ക് വരും. അപ്പോൾ അവൾ ഓർഡർ ചെയ്ത കോഫി മാത്രം കൊടുക്കാതെ കൂടെ എക്സ്ട്രാ ആയിട്ടൊരു കേക്കും കൂടെ കൊടുക്കുക അവൻ. അപ്പോൾ അവൾ അയ്യോ, ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല. ആ ശരിയാ, നിങ്ങൾ ഓർഡർ ചെയ്തതല്ല, പക്ഷെ എന്നാലും ഞാൻ ഒരു ഫാൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇത് തരുവാണ്, സ്വീകരിക്കൂ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ഫാനോ? അതെ, നിങ്ങളൊരു ബുക്ക് ചെയ്തിട്ടില്ലേ, ആ ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനായി. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവും. താങ്ക് യു എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ പോകുന്നതിന് മുന്നേ എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, അത് നിങ്ങൾ എഴുതാവോ എന്ന് പറയുമ്പോൾ ആ പറ, എന്തിനെ പറ്റിയുള്ള കഥയാ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയാൻ തുടങ്ങും. ആ കഥ എന്താന്ന് വെച്ചാൽ ഒരാൾ മരിച്ചതിന് ശേഷവും വീണ്ടും മരണത്തെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഫസ്റ്റ് തൊട്ട് എന്താണോ സംഭവിക്കുന്നത് ഇതെല്ലാം ഓർഡറായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹീറോയിനും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സൈൻ എനിക്കൊന്ന് ഇട്ട് തരുമെന്ന് അവൻ ചോദിക്കും ഓട്ടോഗ്രാഫായിട്ട്. അപ്പോൾ അവളും ശരിയെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അവൾ എടുത്ത പേന നോക്കുവാണെങ്കിൽ ആ പേനയാണ് നമ്മുടെ ഹീറോ അവൾക്ക് വേണ്ടി മേടിച്ചു വെച്ചിരുന്നത്. എന്തായത്, ഞാൻ ഇത് മേടിച്ചല്ലേ ഉള്ളൂ, ഇവളുടെ കൈ കൊടുത്തില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ ഇവളുടെ കൈ കിട്ടി എന്നിവ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ സ്ഥലത്തൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. നമ്മുടെ ഹീറോ മരിച്ചതിന് ശേഷം അവൻ്റെ സമാധിയുടെ അടുത്തേക്ക് അവൻ്റെ അമ്മയും ഇവളും പോയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇവ എടുത്തു വെച്ചിരുന്ന ഗിഫ്റ്റ് അവൻ്റെ അമ്മയാണ് അവൾക്ക് എടുത്ത് കൊടുത്തത്. സോ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രസന്റിലോട്ട് വന്നേക്കുവാണ്. സോ അടുത്ത ദിവസം എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ആ കഫേയിലേക്ക് വരുവാണ്. ഹീറോയും അവൻ്റെ കഥ പറയുന്നു. ആ സമയം നോക്കി നമ്മുടെ ഹീറോ ആ ഡെത്തിനെ പറ്റിയും കൂടെ പറയും. അവൾ ഭയങ്കര ദുഷ്ടത്തി, അവൾക്ക് ഒരു കരുണയെന്ന് പറയുന്ന സാധനവും ഇല്ല, ഇതേ കണക്കൊരു സാധനത്തിന് ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നൊക്കെ ഭയങ്കര വൈരാഗ്യത്തോടൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, എന്താ സാർ ഇത്രയും വൈരാഗ്യത്തോടൊക്കെ പറയുന്നത്, ഇതെന്തോ നിങ്ങൾക്ക് റിയലായിട്ട് നടന്നതുപോലെയാണല്ലോ പറയുന്നത്. ഏയ് അങ്ങനൊന്നും ഇല്ല, ഈ ഡെത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെയാണ്, അതാണ് അങ്ങനെ ഒരു വൈകാര്യ രീതിയിൽ പറഞ്ഞത്, വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും. സോ ഇതേപോലെ തന്നെ കുറേ നാളായിട്ട് അവൻ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഹീറോയിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഈ കഥ എഴുതുന്നതിനെ പറ്റി ആലോചിക്കാമെന്ന് അവൾ പറയും. സോ അത് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ആയി ഞാൻ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സമയം നോക്കി മഴ പെയ്യും. ഹീറോയും അത് കണ്ട് ഒരു കുട എടുത്ത് അവളെ തപ്പിപ്പോവും. ഇങ്ങനെ തന്നെ നിങ്ങൾ മഴ കൊണ്ട് പോയി കഴിഞ്ഞാൽ ജലദോഷം പിടിക്കും, സോ നിങ്ങൾ ഈ കുട യൂസ് ചെയ്തോന്ന് പറഞ്ഞിട്ട് കമ്പൽ ചെയ്ത് അത് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവും. ഇതെല്ലാം കണ്ടിട്ട് അവൾക്ക് എന്തോ പോലെ ഉണ്ട്, എന്തായാലും നമ്മൾ ഇത്രയും കെയർ ചെയ്യുന്നതെന്നൊക്കെ അവൾ ആലോചിക്കും. സോ അതൊക്കെ കഴിഞ്ഞ് ഹീറോ കഫേയിലോട്ട് വരുമ്പോൾ കസ്റ്റമർ ആണെങ്കിൽ
ചില്ല് ഗ്ലാസ് തറയിട്ട് പൊട്ടിക്കും. അപ്പോൾ അവ അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൈ ജസ്റ്റ് മുറിയും. ആ സമയം നോക്കി അതിലെ കൂടെ ഒരു ആംബുലൻസ് പോകുന്ന കാണും. അന്നേരം ബാക്കിലുള്ള കസ്റ്റമേഴ്സൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട്, പാവം ആ പെണ്ണിൽ, അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു, ഇത്രയും വലിയൊരു ആക്സിഡന്റ് പറ്റിയല്ലോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ അയ്യോ ഇപ്പോഴല്ലേ അവൾ അങ്ങോട്ട് പോയത്, ഇനി അവളാണോ അത്, അതുകൊണ്ടാണ് ആംബുലൻസ് അങ്ങോട്ട് പോയത് എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ഹീറോയും ഭയങ്കര ടെൻഷനായിട്ട് ആ സ്പോട്ടിലോട്ട് ഓടി പോവാണ്. എന്നെ വീട്, എനിക്ക് അവരെ നോക്കണം എന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ആ പോലീസുകാരൊക്കെ അവനെ പിടിച്ചിരുത്തുവാണ്. അപ്പൊ തന്നെ അവിടെ നമ്മുടെ ഹീറോയിനും ഒരു സ്ഥലത്ത് നിൽപ്പുണ്ട്. അവളെ കണ്ടപ്പോഴാണ് അവന് ഒന്ന് ആശ്വാസമായത്. അതുമാത്രമല്ല നമ്മുടെ ഹീറോയിനും അവനെ തന്നെയെ വിളിച്ചോണ്ട് പോയിട്ട് അവൻ്റെ കയ്യിൽ ഉള്ള മുറിവിന് കെട്ടൊക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് അവൾ ചോദിക്കും, അവിടെ ആക്സിഡൻ്റ് ആയ ആള് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ എന്നുള്ള പേടിയിലല്ലേ ഞങ്ങൾ ഓടി വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ടെൻഷൻ അടിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, നിങ്ങൾക്ക് അറിയാവുന്ന ആരോ ആണെന്ന് വിചാരിച്ച് അങ്ങനെ വന്നേ. എന്താണെന്ന് വെച്ചാൽ ആ വേദന എനിക്കും അറിയാം എന്ന് പറയുവള്. ആക്ച്വലി നമ്മുടെ ഹീറോ മരിച്ചതിന് ശേഷം അവൻ എന്തോ ആയെന്നും പറഞ്ഞ് അവള് ഹോസ്പിറ്റലിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് വന്നായിരുന്നു. സോ അത് വെച്ചാണ് അവൾ ഇപ്പോൾ ചോദിച്ചത്. സോ അതാലോചിച്ച് ഭയങ്കര ഫീലായിട്ട് അവൾ അവിടെ നിന്ന് പോകും. സോ അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഹീറോയുടെ സമാധിയുടെ അടുത്ത് അവൾ വന്നിട്ട് നിന്ന് കരയുവാണ്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയെ, എന്തൊക്കെയാണേലും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടല്ലായിരുന്നു, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ സൂയിസൈഡൊക്കെ ചെയ്തത്, എല്ലാം എൻ്റെ തെറ്റാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയും. ഇതെല്ലാം നമ്മുടെ ഹീറോ ഒരു സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ്റെ സമാധി തന്നെ പോയി അവൻ നോക്കും. എന്തിനാടാ ചത്ത പൊട്ട എന്നൊക്കെ ഭയങ്കര ഫീലായിട്ട് അവൻ ആലോചിക്കും. പുറകിൽ ആരോ വിളിക്കുന്നുണ്ട്, മോനെ നീ ആരാടാന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ തിരിഞ്ഞു നോക്കും. നോക്കിയത് അവൻ്റെ അമ്മയാണ്. അങ്ങനെ അവൻ്റെ അമ്മയെ കണ്ട ഉടനെ അവന് സങ്കടം സഹിക്കാനേ പറ്റുന്നില്ല. അമ്മ എന്ന് പറയുമ്പോൾ എന്താ മോനെ പറഞ്ഞേ എന്ന് അവരും ചോദിക്കും. ഒന്നുമില്ലമ്മ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പോകും. അവൻ്റെ അമ്മ അവിടെ വന്നിട്ട് അവൻ്റെ സമാധിയിലുള്ള കണ്ണാടിയൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് അവിടെ അടുത്തുള്ളൊരു ബാത്റൂമിൽ പോയിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കരയും. അവർ കരയുന്ന സൗണ്ട് നമ്മുടെ ഹീറോയെ കൊണ്ട് കേൾക്കാനേ പറ്റുന്നില്ല. അവനും വെളിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കരയും. ഞാൻ കാരണം ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത്, ഞാൻ അന്ന് സൂയിസൈഡ് ചെയ്യാനേ പാടില്ലായിരുന്നു എന്ന് ഭയങ്കര ഫീലായിട്ട് അവൻ കരയുക. അത് കഴിഞ്ഞ് രാത്രിയാവും. ഇവൻ ബാഗിൽ കുറേ പൈസ വെച്ചിട്ടില്ലായിരുന്നോ, അതെല്ലാം അവൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു വലിയ ഇരുമ്പ് കഷണം വന്ന് അവൻ്റെ തലയിൽ വന്നടിക്കും. ആ സ്പോട്ടിൽ തന്നെ അവൻ ചത്തു. എൻ്റെ അമ്മ വന്നും പറഞ്ഞ് അവൻ അങ്ങനെ തന്നെ കണ്ണു തുറക്കും. ഓക്കെ, അതെല്ലാം ഒരു സ്വപ്നമാണ്, അവൻ ചാവുന്നതായിട്ട് കണ്ടില്ല, അത് മാത്രം. അത് കഴിഞ്ഞ് രാത്രിയാവും. നമ്മുടെ ഹീറോയിൻ്റെ കൂടെ അവൻ സംസാരിച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ഹീറോയിൻ്റെ കൂടെ നടന്നു പോയതൊക്കെ ഓർമ്മ വരും. ആ സമയം നോക്കി നമ്മുടെ ഹീറോ ചോദിക്കും, അതൊക്കെ ശരി, ഇപ്പം നീ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, ഇതിൽ ഹാപ്പി എൻഡിങ് വരുമോ? എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഹീറോയെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഈ സ്ഥലത്ത് ഒരു വലിയ സത്യം പറയുവാണ്. ആക്ച്വലി ഞാൻ ഇത്ര നാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വെറും കഥയല്ല, സത്യമാണ്. ആ ഹീറോ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഇത് മാത്രമല്ല, എൻ്റെ ശരിക്കുള്ള പേര് ഇതല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരിക്കുള്ള പേര് പറയാണ്. ആ പേര് കേട്ടറിന് ഹീറോയിനും ഷോക്കാവും. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞൊന്നും നിനക്ക് വിശ്വാസമാവാൻ ചാൻസ് ഇല്ല, പക്ഷേ ഇതെല്ലാം സത്യമാണ്, സത്യമായിട്ട് ഞാൻ തന്നെയാണ് അവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാനും പറ്റുന്നില്ല. സത്യമായിട്ട് ഞാൻ ഇതുവരെ 7 മരണം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ 8ാമത്തെ ലൈഫിലുള്ള ഇവൻ്റെ ബോഡിയിൽ. ഇനി ഇവൻ എപ്പോഴാണ് മരണം വരുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഒരാൾ ഇവർ രണ്ടുപേരും കാർ ഇടിച്ചങ്ങ് ഇടും. ഇത്ര തന്നെ സ്പോട്ടിൽ നമ്മുടെ ഹീറോയും മരിച്ചുപോയി. നമ്മുടെ ഹീറോ മാത്രം ജീവന് വേണ്ടി പോരാടുവാണ്. ആരാടാ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് നോക്കി അത് വേറെ ആരും അല്ല, ജാക്കാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല ട്വിസ്റ്റ്, ഇതിലും വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അവൻ്റെ കയ്യിലുള്ള ലൈറ്റർ കാണുമ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് എല്ലാം മനസ്സിലാവുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോ അവൻ്റെ 2ാമത്തെ ലൈഫിൽ ഒരു സ്കൈ ഡൈവർ അല്ലായിരുന്നു. അപ്പോൾ അവന് പൈസ കൊടുത്തിട്ട് പാരഷൂട്ടേ ഇല്ലാതെ ഡൈവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് വേറെ ആരും അല്ല, ഇവൻ തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹീറോ അവൻ്റെ 6ാമത്തെ ലൈഫിൽ ഒരു ജയിൽ പുള്ളിയുടെ ബോഡിയിൽ പോയില്ലായിരുന്നു. ആക്ച്വലി ആ കുറ്റം അവൻ ചെയ്തതല്ലായിരുന്നു. ഒരു ബോസ് ഇവന് പൈസ കൊടുത്തിട്ട് അത് ഏറ്റെടുക്കാൻ പറഞ്ഞ് അവന് വേണ്ടിയാണ് അവൻ അവിടെ സറണ്ടർ ആയത്. സോ ആ ബോസ് വേറെ ആരുമല്ല, അതും ഇവൻ തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹീറോ അവൻ്റെ 5ാമത്തെ ലൈഫിലാണെങ്കിൽ ഒരു വലിയ ബോസിൻ്റെ അടുത്ത് ബോഡി ഗാർഡായിട്ട് നിന്നില്ലായിരുന്നു. ആ ബോസിൻ്റെ അടുത്ത് അവൻ്റെ ചേട്ടനെ ഒരു ഫ്ലൈറ്റ് വെച്ച് തന്നെ കൊല്ലണം, അതൊരു ആക്സിഡൻ്റ് ആയിട്ട് മാറ്റണമെന്ന് പറഞ്ഞത് ഇവൻ തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ഫസ്റ്റ് ലൈഫിലെ ഇവൻ്റെ ബ്രദറിൻ്റെ ബോഡിയിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആ മരണം ഒരു സാധാരണ മരണമല്ല, ഇവനാണ് പൈസ കൊടുത്തത് ചെയ്യിപ്പിച്ചേ. സോ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ബോഡിയിൽ നമ്മുടെ ഹീറോ ജീവിച്ചില്ലേ, അവരെല്ലാം ചാവാൻ കാരണമായത് ഇവനാണ്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഈ സ്ഥലത്ത് നമ്മളെ കാണിക്കുകയാണ്. സോ അത് കഴിഞ്ഞ് ഈ കാറിൽ നിന്ന് ജാക്ക് ഇറങ്ങി വരുവാണ്. അവൻ്റെ അസിസ്റ്റന്റും കണ്ടിട്ട് അയ്യോ ഈ പെണ്ണിന്റെ ബോഡി എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. സോ നമ്മുടെ ഹീറോയിൻ വന്ന് സ്പോട്ടിൽ തന്നെ മരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ജീവന് വേണ്ടി പോരാടുന്ന കണ്ടിട്ട് ആ ജാക്ക് അവൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ നീ ഇതുവരെ ചത്തില്ലേ, ശരി സാരമില്ല, ഞാൻ നിന്നെ വേദനയില്ലാതെ കൊന്നു കളയാം, സത്യമായിട്ടും പറയാടാ ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യലിസ്റ്റാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈ വെച്ച് തന്നെ നമ്മുടെ ഹീറോ അമർത്തി കൊന്നു കളയുവാണ്. സോ ഇപ്പോൾ നമ്മുടെ ഹീറോ ഒരുത്തൻ്റെ ബോഡിയിലല്ലേ ഉള്ളത്, അവനെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ കാറ് കൊണ്ടുവന്ന് ഇടിച്ചത്. പക്ഷേ ഇവ എന്തിനാ അവനെ കൊല്ലാൻ വേണ്ടി വിചാരിച്ചതെന്ന് നമുക്കറിയത്തില്ല.
അത് കഴിഞ്ഞ് ആംബുലൻസ് ഈ സ്ഥലത്തേക്ക് വന്ന് ഇവരുടെ രണ്ടുപേരുടെയും ബോഡി എടുക്കും. സോ ഈ സീനാണ് നമ്മൾ ഇതിനു മുന്നേ കണ്ടത്. ആക്ച്വലി ഞാൻ അതൊരു ഫ്ലാഷ് ബാക്ക് സീനാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഹീറോ സൂയിസൈഡ് ചെയ്ത സ്ഥലത്ത് വേറെ 2 ഡെഡ് ബോഡി കണ്ടെന്ന്. സോ ഇപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് ഇത് ഫ്ലാഷ് ബാക്ക് ഒന്നും അല്ല, നമുക്ക് ഫ്യൂച്ചറാണ് ഈ സ്ഥലത്ത് കാണിച്ചു തന്നത് അവർ. സോ അങ്ങനെ തന്നെ നമ്മുടെ ഹീറോ അവൻ്റെ 8ാമത്തെ ലൈഫിലും മരിച്ചു പോയിട്ട് നമ്മുടെ ഡെത്തിൻ്റെ റൂമിൽ തന്നെ വന്നേക്കുവാണ്. ഇപ്പോൾ അവൻ മരിച്ചതിന് ഒരു പ്രശ്നമില്ല, പക്ഷെ എന്നാലും ഹീറോയും മരിച്ചു പോയില്ല. അത് ആലോചിക്കുമ്പോൾ അവന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ ഒരുമാതിരി വീണ്ടും വീണ്ടും അവൻ കരയുവാണ്. അത് കഴിഞ്ഞ് വേഗത്തിൽ ചെന്ന് ചാടി ഡെത്തിൻ്റെ അടുത്ത് ചെന്ന് അവളുടെ കണ്ണെടുത്ത് അവളുടെ നെറ്റിക്ക് തന്നെ അവൻ ചൂണ്ടി നിൽക്കുവാണ്. അതായത് എനിക്ക് ചാവുന്നത് കണ്ട് നീ ആസ്വദിക്കുവല്ലേ, ഇതിന്റെ വേദന എങ്ങനെയുള്ളതെന്ന് നീ അറിയണം, നീയും ചാവ് എന്ന് പറഞ്ഞ് അവൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇതോടുകൂടി നമ്മുടെ 4ാമത്തെ എപ്പിസോഡ് തീരുവാണ്. 5ാമത്തെ എപ്പിസോഡായി വീണ്ടും കാണുന്നവരെ ടാറ്റാ.